നെയ്ച്ചോറ് ഇങ്ങനെ നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് സവാള നമുക്ക് കളറൊക്കെ മാറി നമ്മൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കില്ല, അതുപോലെ നമ്മൾ ആക്കി വെക്കണം കേട്ടോ. ഞാൻ ഇതൊക്കെ നെയ്യിലാണ് ചെയ്യുന്നത്, ഡാൽഡ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് അല്ലേ, അപ്പോൾ അതൊന്ന് കളറൊക്കെ മാറി വന്ന ശേഷം മാറ്റി വെക്കുക. അതേ നെയ്യിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ബാക്കി സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളക് 2 ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബേ ലീഫ് ഇല്ല. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതായത് ഇരട്ടി. ഒരു അര കഷ്ണം നാരങ്ങപ്പുളിയും കൂടി പിഞ്ഞ് അതിലിട്ട് കൊടുക്കുക. നമ്മളെ ഈ അരിയൊക്കെ നന്നായി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസാണ്. അപ്പം ഞാനില്ലാത്ത റോസ് ബ്രാൻഡ് ഇല്ല, റോസ് ബ്രാൻഡ് ഇല്ലാത്ത റീനല്ല എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് ബ്രാൻഡ് തന്നെയാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറ് റെഡിയായി. ഇപ്പം തന്നെ സ്മെല്ലടിച്ചിട്ട് വാരി കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് വറവിട്ട് കൊടുക്കുക. വറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കിസ്മിസ് അത് കുറച്ചാട്ടോ ഇട്ട് കൊടുത്തത്. അതും കൂടി ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് സാധനം കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെയ്ച്ചോറിൻ്റെ ഫാനായിട്ട് മാറും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. നമുക്ക് കറിയൊന്നും ആവശ്യമില്ല, നെയ്ച്ചോറ് മാത്രം ഇങ്ങനെ വാരി തിന്നാൻ തന്നെ തോന്നും കേട്ടോ. ലാസ്റ്റ് കുറച്ച് ഗാർണിഷും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.